ഓം ശ്രീരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. നമ്മള് നാരായണത്തിലെ 88ാമത്തെ ദശകത്തിലേക്ക് കടക്കുകയാണ്. 88ാമത്തെ ദശകത്തില് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, ആദ്യമായിട്ട് ആ, മൃത മൃ- മൃ- മൃത മൃത മരണപ്പെട്ട ഗുരുവിന്റെ മകനെ കൊണ്ട് കാണിച്ചു. അമ്മ പ്രത്യക്ഷമായിട്ട് പറയുന്നില്ലെങ്കിലും അമ്മയുടെ 6 മക്കളെയാണ് കംസൻ കല്ലിലടിച്ചു കൊന്നത്. ആ കുഞ്ഞുങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹം. അപ്പൊ മൃതരായ തന്റെ മക്കളെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ആദ്യത്തെ ഒരു ശ്ലോകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ആ ബഹള ആണ് ദേവിക്ക് ശ്രുതദേവന്റെയും ബഹളാശ്വന്റെയും കഥ 2, അവർക്ക് മുക്തി കൊടുക്കുന്ന ഭാഗം. പിന്നീടാണ് സന്താനഗോപാലം എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ ഭാഗവും വരുന്നത്. ഇത് നമുക്ക് വായിച്ചതിന് ശേഷം സംക്ഷിപ്തമായിട്ട് നമുക്ക് വിവരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. ഓം ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണിവിലസത്സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്തസ്ഫടികമണിനിഭൈः മൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈः മുക്തപീയൂഷവർഷൈः ആനന്ദേന പുനീയാദരിനളിനഗദാ ശംഖപാണിർമുകുന്ദഃ. ക്ഷീരസാഗരതീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ. ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്ര ഗദാപങ്കജധാരിയായി ആനന്ദമുക്തിസ്വരൂപൻ ശ്രീമുകുന്ദൻ. ഭൂപാദൗ യസ്യ നാഭിർവ്യദസുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാശിരോദൗർമുഖമപി ദഹനോ യസ്യ വാസ്തേയമബ്ധി അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈः ചിത്രം രമ്യത്തെ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി, ആകാശം നിന്റെ നാഭി, ശ്വാസമോ വായുവത്രേ, ശിരസോ ദേവലോകം. ചന്ദ്രാർക്കദ്വന്ദ്ങ്ങൾ കൺകൾ, ദിക്കുകൾ കർണങ്ങളും, അഗ്നി നിൻ വദനമാകുന്നു, ഉദരം സമുദ്രവും. നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീലയെന്ന പോൽ. ദേവമാനുഷ ഖഗോരക പശുഗന്ധർവ ദൈത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞെകിയോനെ കൈതൊഴാം. ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിഹി ഓം. ഓം ഗം ഗണപതേ നമഃ. വന്ദേ തുംഗജടാധര പ്രിയസുതം വന്ദേ ജഗത്കാരണം വന്ദേ നന്ദമുനീന്ദ്രപൂജിതപദം ശ്രീപാർവതീനന്ദനം വന്ദേ മൂഷികവാഹനം ഗജമുഖം വിഘ്നേശ്വരം ശ്രീകരം വന്ദേ സ്കന്ദസഹോദരം പശുപതിം ശ്രീവിഘ്നരാജം ഭജേ. ഓം സംസരസ്വത്യേ നമഃ. മുദ്രാ പുസ്തകഹസ്താഭ്യാം ഭദ്രാസനകൃതി സ്ഥിതേ പുരസരേ സദാ ദേവി സരസ്വതി നമോസ്തുതേ. ഓം ഗും ഗുരുഭ്യോ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ശ്രീവല്ലഭേതി വരദേതി ദയാപരേതി ഭക്തപ്രിയേതി ഭവലുണ്ഠന കോവിദേതി നാഥേതി നാഗശയനേതി ജഗന്നിവാസേത്യാലാപനം പ്രതിപദം ഗുരു മേ മുകുന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 88 സന്താനഗോപാലം. പ്രാഗേവാചാര്യപുത്രാ ഹൃദി ദിശമനയാ സ്വീയ ഷട്സൂനുവീക്ഷാം കാംക്ഷന്ത്യാ മാധുരുക്ത്യാ സുതലഭുവി ബലിം പ്രാപ്യ തേനാർപ്പിതാം സ്ത്വം ധാതുശാപാധിരണ്യാന്യുത കശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദമനയഥാ പൂർവപുത്രാൻ മരീചേ. മൃതനാമാചാര്യപുത്രനെ അങ്ങു തിരികെ കൊണ്ടുവന്നു ദക്ഷിണയായി കൊടുത്ത കാര്യം പണ്ടേ കേട്ടിട്ടുള്ള ദേവകി ആശിച്ചു. കംസൻ വധിച്ചതാ മാറുമക്കളെയും കാണുവാൻ. അമ്മതൻ ആഗ്രഹം സാധിക്കാൻ അങ്ങു സുതലത്തിൽ പോയി മഹാഭക്തൻ ബലിയെ കണ്ടു ബഹുമാനിതനായി നിന്നു. അവിടെയുണ്ടായിരുന്നതാം തവ സോദരന്മാരാറുപേരും ആദ്യം മരീചീസുതന്മാരായിരുന്നു. പിന്നീടു ബ്രഹ്മാവിൻ ശാപത്താൽ അവർ ഹിരണ്യാക്ഷപുത്രന്മാരായി. അനന്തരം വസുദേവപുത്രന്മാരായി പിറന്നു കംസനാൽ ഹതരായി. ഭവാൻ അമ്മയ്ക്കു കാണാനായി അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുളാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വം അനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേതഃ. ശ്രുതദേവനെന്ന സുപ്രസിദ്ധൻ ബ്രാഹ്മണനെയും ഭക്തോത്തമൻ ബഹുലാശ്വരാജാവിനെയും ഒരേ സമയം അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചവിടുന്ന് താപസമുഖ്യന്മാരുമായി മിഥിലാപുരിയിലെത്തി. ഗച്ഛന്തി മൂർത്തിരുഭയോർയുഗപന്നികേതം ഏകേന ഭൂരി വിഭവൈർവിഹിതോപചാര അന്യേന തദ്ദിനഭൃതൈശ്ച ഫലോദനാദ്യൈഃ തുല്യം പ്രസേദിത ദദാഥ ച മുക്തിമാഭ്യാം. രണ്ടു ഭവനങ്ങളിലും ഭവാനെത്തി. രണ്ട് ഭിന്ന രൂപങ്ങളിൽ രാജാവങ്ങയെ സ്വീകരിച്ചു പൂജിച്ചു അമൂല്യ വിഭവങ്ങളാൽ. അന്നു കിട്ടിയ ഭിക്ഷാന്ന ഫലമൂലങ്ങളാൽ പൂജിച്ചു ദ്വിജനും ഇരുവരിലും പ്രസീതനായങ്ങവർക്കു മോക്ഷമേകി. ഭൂയോധദ്വാരവത്യാം ദ്വിജതനയമൃതിം തത്പ്രലാപാനഭിത്വം കോ വാ ദൈവം നിരുന്ധ്യാദിതി കില കഥയൻ വിശ്വവോഢോപ്യസോഢാ ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജ ധിയാ കുണ്ഠിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമപദപ്രേക്ഷണേനേതി മന്യേ. ദ്വാരകയിലൊരു ബ്രാഹ്മണൻ തൻ കുഞ്ഞുങ്ങളെല്ലാം മരണമടയുന്നു ജനിക്കുമ്പോഴേ എന്നു വിലപിക്കവേ ദ്വിജന്റെ സങ്കടവാക്കുകൾ ക്ഷമയോടെ സഹിച്ചു കേട്ടു. വിധിയെ തടയുവാൻ ആർക്കാകുമെന്നേ പറഞ്ഞുള്ളൂ ഭവാൻ. സകല ലോകത്തിനും അധിപതിയാണെന്നിരിക്കിലും പാർത്ഥന്റെ ഗർവടക്കാനും അങ്ങയെ വെറുമൊരു മാനുഷനാണെന്നു ധരിക്കും അവിവേകമാമിരുട്ടിനെ നീക്കുവാനുമാകണം ഭവാൻ അർജുനനു പരമപദമാം വൈകുണ്ഠ ദർശനം നൽകിയതും തത്വജ്ഞാനത്തിൻ വെളിച്ചം കാട്ടിയതുമെന്നും ഞാൻ വിചാരിച്ചിടുന്നു. നഷ്ട അഷ്ടാസ്യ പുത്ര പുനരവി തവ തൂപേക്ഷയാ കഷ്ടവാദ
സ്പഷ്ടോ ജാതോ ജനാനാമഥ തദവസരേ ദ്വാരകാവാരപാർത്ഥ മൈത്ര്യാ തത്രോഷിതോസൗ നവമസുതമൃതോ വിപ്രവര്യപ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാം അനുപഹൃതസുതഃ സന്നിവേക്ഷ്യേ കൃശാനും. ബ്രാഹ്മണൻ 8 പുത്രന്മാർ നഷ്ടമായിട്ടും ഭവാൻ ഉപേക്ഷയിൽ കഴിയുന്നത് എന്തു കഷ്ടം എന്നെല്ലാം ജനങ്ങൾ അപവാദം പറഞ്ഞു. അക്കാലം അർജുനൻ ദ്വാരകയിൽ സ്നേഹസന്ദർശനത്തിനെത്തി താമസിക്കവേ ദ്വിജന്റെ 9ാം കുഞ്ഞും മരിച്ചു ദുഃഖിക്കും. ദ്വിജവിലാപം കേട്ടു ദയയാ കൊണ്ടുവന്നു തരും ഞാൻ അങ്ങേക്കു പുത്രനെ. എനിക്കതിന്നു കഴിഞ്ഞില്ല എങ്കിൽ തീയിൽ ചാടി മരിക്കും ഞാൻ നിശ്ചയം. ഏവം അർജുനൻ ബ്രാഹ്മണനോട് സത്യം ചെയ്തു. മാനീ സത്വാമപൃഷ്ട്വാ ദ്വിജനിലയഗതോ ബാണജാലൈർമഹാസ്ത്രൈരുന്ധാന സൂതിഗേഹം പുനരപി സഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാം യാം ഐന്ദ്രീം തഥാന്യാഃ സുരവരനഗരീർവിദ്യയാസാദ്യ സദ്യോ മോഘോദ്യോഗ പതിഷ്യൻ ഹുതഭുജി ഭവദാ സസ്മിതം വാരിതോഭൂത്. ദ്വിജപത്നിക്കു 10ാമതും കുഞ്ഞു പിറക്കുവാൻ സമയമാകവേ ആത്മമിത്രമാമങ്ങയോടു പറയാതെ ദുരഭിമാനിയാം അർജുനൻ ബ്രാഹ്മണ ഗൃഹത്തിലെത്തി. ചുറ്റിലും സുരക്ഷാവലയമൊരുക്കി സൂതീഗ്രഹത്തിനു ചുറ്റും മന്ത്രശരങ്ങളാൽ ദിവ്യായുധങ്ങളാലും പെറ്റുവീണതാം ശിശുവിനെ ഉടലോടെ പെട്ടെന്നു കാണാതായി കഷ്ടം. അപ്പോൾ അർജുനൻ യോഗശക്തിയാ കുഞ്ഞിനെ തിരഞ്ഞു തെന്നു. യമലോകത്തും ഇന്ദ്രനഗരിയിലും മറ്റു ദേവഗ്രഹങ്ങളിലുമെന്നാൽ കുഞ്ഞിനെ എങ്ങും കണ്ടുകിട്ടാതെ ഖിന്നനായ അർജുനൻ അഗ്നിയിൽ ചാടി സ്വയം മരിക്കാനൊരുങ്ങവേ പുഞ്ചിരി തൂകി ഭവാൻ അതു തടഞ്ഞു. സാർത്ഥം തേന പ്രതീജീം ദിശമതിജ വിനാശന്തനേനാഭിയാതോ ലോകാലോകം വ്യതീതസ്തിമിരഭരമധോ ചക്രധാംനാ നിരുന്ധൻ ചക്രാം ശുക്ലിഷ്ടദൃഷ്ടിം സ്ഥിതമധ വിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശ കിമഭി തമസാം ദൂരദൂരം പദം തേ. അർജുനനുമൊത്തു ഭവാൻ ഒരതിവേഗരഥത്തിലേറി പടിഞ്ഞാറോട്ടുപോയി ലോകാലോകപർവ്വതം കടന്ന് കഠിനമാമിരുട്ടു നിറഞ്ഞ ഇടത്തു പെട്ടെന്നങ്ങേ സുദർശന ചക്രത്തിൻ കണ്ണഞ്ചിപ്പിക്കും പ്രകാശധോരണി കൊണ്ടു കാഴ്ചമറഞ്ഞ പാർത്ഥനോടായി കണ്ടാലും ഇതെന്ന് പറഞ്ഞവിടുന്നു കാട്ടിക്കൊടുത്തു. കാരണജലമധ്യസ്ഥിതം ദൂരെ ദൂരെയായി ജാജ്വല്യമാനം അതിമഹതാമവിടുത്തെ ഗേഹം വൈകുണ്ഠം താമസഗുണാജ്ഞാനാന്ധകാരവീതം. തത്രാസീനം ഭുജംഗാധിപശയനതലേ ദിവ്യഭൂഷായുധാദ്യേ ആവീതം പീതചേലം പ്രതി നവജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാമീശിതാരം പരമിഹ തിസൃണാമേകമർദ്ധം സുദീനാം ത്വാമേവ ത്വം പരാത്മൻ പ്രിയ സഹസഹിതോ നേമിധശ്ചേമരൂപം. അവിടെ വൈകുണ്ഠദേശേ സർവാഭരണ വിഭൂഷിതനായി മഞ്ഞപ്പട്ടുടുത്തു ദിവ്യായുധങ്ങൾ ധരിച്ചു ലക്ഷ്മി സമേതം പുതുകാർമേഘത്തിൻ ശ്യാമകാന്തിദ്യുതിയെങ്ങും പരത്തി അതിശേഷമെത്തയിലിരുന്നരുളി വിളങ്ങുന്നു മഹാവിഷ്ണു. ജഗത്കാരണമായി വേദങ്ങളാൽ ഘോഷിക്കപ്പെടുന്നതാം പരമക്ഷേമസ്വരൂപമാം പൊരുളിനെ പരമാത്മസ്വരൂപൻ
അവിടുന്നു അങ്ങേ സുഹൃത്ത് അർജുനനും നമസ്കരിച്ചു. യുവാമാമേവ ദ്വാവധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദ്രഷ്ടും സ്വയമഹമഹർഷം ദ്വിജസുതാൻ നയേദം ദ്രാഗേതാനിതി ഖലു വിതീർണാൻ പുനരമൂൻ ദ്വിജായാദാ പ്രണുതമഹിമാ പാണ്ഡുജനുഷാ. രണ്ടായിപ്പോൾ കാണപ്പെടും നിങ്ങളും ഞാൻ തന്നെ. കൃഷ്ണനാമെന്നിൽ ഐശ്വര്യം ജാജ്വല്യം, പാർത്ഥനിൽ അതപ്രകടിതമതിനാൽ നിങ്ങൾ വ്യതിരിക്തമായിരിപ്പൂ. രണ്ടാളെയും ഒരുമിച്ചു കാണുവാനായി ഞാൻ എടുത്തു ബ്രാഹ്മണപുത്രരെ. കൊണ്ടുപോയിക്കൊള്ളൂ അവരെ ഇനി. ഏവം പറഞ്ഞു ദ്വിജസുതന്മാരെ കൊടുത്തു പരമ്പൊരുളാം ശ്രീനാരായണൻ. അർജുനൻ അങ്ങേ മഹാത്മ്യം പാടി സ്തുതിക്കേ ഭവാൻ അവരെ ബ്രാഹ്മണനു തിരിച്ചു നൽകി. ജഗദഭിരമയൻ എന്ത് പറ്റി? രാധാമണി ചേച്ചിയുടെ കട്ടായല്ലോ. 10ാം ശ്ലോകം. ഇന്റർനെറ്റിന് വല്ല കുഴപ്പവും പറ്റി കാണും. ആദ്യം തുടങ്ങിക്കോളൂ ചേച്ചി. 10 മുതൽ ചൊല്ലാം. ഇടയ്ക്ക് നിന്ന് പോയേ, കുഴപ്പമില്ല, എല്ലാവരുടെയും മ്യൂട്ടായി. ഏവം നാനാവിഹാരൈർജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണൻ ഈജാനോ യജ്ഞഭേദൈരതുലവിഹൃതിഭിः പ്രീണയൻ യേണ നേത്രാः ഭൂഭാരക്ഷേപദംഭാത് പദകമലജുഷാം മോക്ഷണായാവതീർണഃ പൂർണം ബ്രഹ്മൈവ സാക്ഷാത് യദുഷു മനുജധാരുഷിതസ്ത്വം വ്യലാസി. ഏവമെണ്ണിയാലൊടുങ്ങാത്ത ലീലാവിശേഷങ്ങളാൽ ലോകത്തെ അഭിരമിപ്പിച്ചും വൃഷ്ണികുലത്തെ പോഷിപ്പിച്ചും യാഗകർമ്മങ്ങൾ അനവധി നടത്തിയും നിസ്തുല മധുര പ്രണയ പ്രീണനങ്ങളാൽ മാൻമിഴികളാം സുന്ദരിമാരെ രമിപ്പിച്ചും അങ്ങേ പദങ്ങളിൽ ശരണം പണിയുന്നവർക്ക് ഭൂഭാരം കുറയ്ക്കുവാൻ എന്ന മട്ടിൽ മോക്ഷപദം നൽകിയും യാദവകുലത്തിൽ മനുഷ്യരൂപത്തിൽ പ്രശോഭിക്കും ഭവാൻ പരബ്രഹ്മത്തിൻ പ്രത്യക്ഷമാം പൂർണ്ണ പുണ്യാവതാരം. തസ്മാലേഭേ കഥാ ഖലു സുനിധിസ്ത്വപിതാതബോധം താനാമഗ്രയായി സച ഖലു മതിമാനുദ്ധസ്ത്വത്ത ഏവ പ്രാപ്തോ വിജ്ഞാനസാരം സ ജനഹിതായാധുനാസ്തേ ബദര്യാം. ഭഗവൻ ഭക്തശിരോമണിയാം നാദരനക്കാലം ഏറെ സമയവും ദ്വാരകയിൽ തന്നെ അവിടുത്തെ സാമീപ്യത്തിൽ ആമഗ്നനായി കഴിഞ്ഞു പോരവേ സുഹൃതിയാമങ്ങേ പിതാ വസുദേവർക്ക് നാരദനിൽ നിന്നു കിട്ടി ആത്മജ്ഞാന തത്വബോധോപദേശം. ഏവം ഭക്താഗ്രേസരനും അതിബുദ്ധിമാനുമാമുദ്ധവനും ആത്മസാക്ഷാത്കാരമുണ്ടായി അങ്ങുപദേശിക്കയാൽ ലോകനന്മയ്ക്കായി ഉദ്ധവൻ ഇന്നും വാഴുന്നുവത്രേ. ഭക്തർക്കു തത്വോപദേശം നൽകി ബദര്യാശ്രമത്തിൽ.
सोऽयं कृष्णावतारो जयति तव विभो यत्र सौहार्दभीतिस्नेहद्वेषानुराग प्रभृतिभिरदुलैराश्रमैर्योगभेदैः आर्तिं तीर्त्वा समस्ताममृतपदमगुः सर्वदः सर्वलोकाः स त्वं विश्वार्तिशान्त्यै पवनपुरपते भक्तिपूर्त्यै च भूया सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द സർവേശ്വരാ വിഭോ അങ്ങേ അനന്യ സുഹൃതമാം കൃഷ്ണാവതാരം വിജയിക്കുന്നു സർവത്തിലും. സൗഹൃദം, പ്രേമം, ഭയം, വിദ്വേഷം, ആസക്തി എന്നല്ലയേറെ അതുല്യങ്ങളാം മാർഗങ്ങളിൽ അയത്ന ലളിതമായി പ്രാപ്തമാക്കി ഏവർക്കും അങ്ങു ദുഃഖ നിവൃത്തിയും ആത്മസാക്ഷാത്കാരവും. ഭക്തവത്സല ഗുരുവായൂരപ്പ വിശ്വത്തിനഴൽ നീക്കണേ പൂർണ്ണഭക്തി പ്രഹർഷമേകണേ. ഭക്തവത്സല ഗുരുവായൂരപ്പ വിശ്വത്തിനഴൽ നീക്കണേ പൂർണ്ണഭക്തി പ്രഹർഷമേകണേ. ഹരി ഓം. വളരെയധികം കാര്യങ്ങൾ വളരെ നിറച്ചു വച്ചിട്ടുള്ള ഒരു സാന്ദ്രമായിട്ടുള്ള ഒരു ദശകമാണ് ഇത്. കഥകൾ, കുറേ കഥകൾ ഇതിനകത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? അതെ അതെ. ആദ്യത്തെ കുട്ടികളെ പറ്റിയുള്ള ഒരു ശ്ലോകം കഴിഞ്ഞിട്ട് അടുത്ത രണ്ട് ശ്ലോകത്തിലും ഇത് സുതദേവനും ബഹളാശ്വനും ഒരേ സമയത്ത് ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുത്ത് മുക്തി കൊടുത്താണ് പറയുന്നത്. അതെ, അത്ര ഒരു രണ്ട് കാഴ്ചകളുണ്ട്. ഒന്ന്, അവരെ രണ്ടുപേരെയും, ഒരു ബ്രാഹ്മണനെയും ഒരു ക്ഷത്രിയനെയും ആയിട്ടുള്ള രണ്ടുപേരെ രണ്ട് രീതിയിൽ രണ്ട് സ്ഥലത്ത് പോയി കണ്ട് അത് രണ്ടുപേരും എങ്ങനെ ഉപചരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഏറ്റവും വിലപിടിപ്പുള്ള സംഗതികളെല്ലാം കൊടുത്ത് രാജാവും അന്നന്ന് ഭിക്ഷാന്നമായിട്ട് കൊണ്ടുവന്ന അതിൽ ബാക്കി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനകത്ത് കിട്ടിയത് വെച്ചിട്ട് മറ്റേ ബ്രാഹ്മണനും അദ്ദേഹത്തെ പൂജിച്ചു എന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ട് തോന്നി. അതുപോലെ തന്നെ വേറൊരു കാഴ്ചയുള്ളത്, കൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന് കഴിയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ടല്ലോ, നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കാണാനുള്ള ഒരു മോഹം കൊണ്ടാണ് ഞാൻ ഈ ബ്രാഹ്മണ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കൃഷ്ണനിലെ എൻ്റെ ആ ജാജ്വല്യ പ്രഭ കുറച്ച് തെളിഞ്ഞു കാണാം, മറ്റേ അദ്ദേഹത്തിൽ അത്രയ്ക്കില്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ നിങ്ങളെ രണ്ടാളെയും കണ്ടിട്ട് എനിക്ക് സന്തോഷമായിരുന്നു. അപ്പൊ ഒരു കണ്ണാടിയിൽ നിന്ന് രണ്ട് പ്രതിബിംബം ഉണ്ടാവുന്ന പോലെ രണ്ട് രീതിയിലുള്ള പ്രതിബിംബങ്ങൾ, അതൊരു രസകരമായ ഒരു കാഴ്ചയാണ്. അത് മനസ്സിലാക്കിയിരുന്ന അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് നമുക്ക് പരമാത്മാവും ജീവാത്മാവുമായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അതെ, നരനും നാരായണനുമായിട്ട്. അതുപോലെ ആ സന്താനഗോപാലം ഉള്ള ആ കഥയിലും അന്തർലീനമായിട്ടുള്ള ഒരു സംഗതി, അർജുനന്റെ ഒരു അഹന്ത, അർജുനന് ഞാൻ ഇതെല്ലാം ചെയ്യാൻ, ഞാൻ താൻ പോരും എന്നുള്ള ആ ഒരു ഭാവം അർജുനനിൽ നിന്ന് അകറ്റേണ്ടിയിരുന്നു. അതാണ് ഭഗവാനോട് കൺസൾട്ട് ചെയ്യാതെയാണ് അദ്ദേഹം പോയി ഈ സൂര്യഗ്രഹത്തിന് ചുറ്റും ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തു കളയാവുന്നുള്ള ആ ഒരു വലിയ മിടുക്ക്. ഇത് എത്രയോ തവണ ഭഗവാന്റെ സാമീപ്യം ഇല്ലായിരുന്നെങ്കിൽ ഭഗവാൻ അർജുനന് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു. എത്രയോ തവണ തീയിൽ ചാടി മരിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. അതിൽ നിന്നെല്ലാം രക്ഷിച്ചത് കൂടെ നടക്കുന്ന നാരായണൻ തന്നെയല്ലേ? ഇതില് രണ്ട് രസമുണ്ട്. ഈ അഗ്നിയിൽ ചാടാൻ നിൽക്കുന്ന രണ്ട് രാജകുമാരന്മാരിൽ ഈ രാജാക്കന്മാരുടെ ഒന്ന് ഭരതൻ, ഭഗവാൻ വന്നില്ലെങ്കിൽ ഞാൻ ചാടും എന്ന് പറഞ്ഞ് നിന്നൊരാള്. ഇദ്ദേഹം ഈ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ ചാടും എന്ന് പറഞ്ഞ് രണ്ടിടത്തുനിന്ന് ഭഗവാൻ തന്നെ അവരെ രക്ഷിച്ചുകൊണ്ട് വന്നു. പക്ഷെ രണ്ടും രണ്ട് തരത്തിലുള്ള ഭീഷണിയായിരുന്നു എന്ന് മാത്രം ഭഗവാന്റെ മുന്നിൽ. കൂടുതൽ നമ്മള് ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇതിൽ തന്നെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കും.
അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളെ കൂടി കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ? 11, 12 ശ്ലോകങ്ങള്. അതായത് ഇത് നാരദൻ തന്റെ ശാപത്തെ വിഗണിച്ചുകൊണ്ട് തന്നെ ദ്വാരകയിൽ സ്ഥിരമായിട്ട് ഭഗവാന്റെ സാമീപ്യം ഉള്ളത് കൊണ്ട് അവിടെ തന്നെ കഴിയാനായിട്ടാണ് ആഗ്രഹിച്ച ഈ തത്വോപദേശങ്ങളെല്ലാം ഭഗവാന്റെ വസുദേവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ഉദ്ധവരും രണ്ടുപേരുടെ. ഉദ്ധവൻ ഇപ്പോഴും ബദരിയാശ്രമത്തിൽ വാഴുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഉദ്ധവരും അപ്പൊ ഈ ചിരഞ്ജീവികളിൽപ്പെട്ട ആളാണോ എന്നാണോ സങ്കല്പം? ഇന്നലെ ഞങ്ങൾ അതിനെ പറ്റി പറയായിരുന്നു. ചിരഞ്ജീവിയുടെ ആ ലിസ്റ്റിൽ അദ്ദേഹം പെടുന്നില്ല. നമ്മുടെ കൂടെ ഗംഗാധര നേര് സാറും ഉണ്ട്. സാറ് കേൾക്കുന്നുണ്ടെങ്കിൽ സാറിന് ഒരു പക്ഷെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞേക്കും. മറ്റേ ഇവര് അശ്വത്ഥമാവ്, പരശുരാമൻ ഇങ്ങനെയൊക്കെയുള്ള ആ കൂട്ടത്തില് എണ്ണപ്പെടുന്നുണ്ടോ എല്ലാം എന്നാണ് എനിക്കറിയാവുന്നത്. പക്ഷെ അദ്ദേഹം ചിരഞ്ജീവിയായിട്ട് തന്നെ തത്വോപദേശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചിരഞ്ജീവികളുടെ കൂട്ടത്തിൽ നമ്മൾ കണക്കാക്കുന്നില്ല. ഇല്ല. അത് ശരി. അല്ല, ഇപ്പോഴും വാഴുന്നു ബദരിയാശ്രമത്തിൽ എന്നുള്ള ഒരു. അതെ അതെ, അതിപ്പോ അതൊരു സങ്കല്പം. അത് ശരി. ചേട്ടാ, ഇതിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ വരുമ്പോഴേ അനന്യ സുഹൃതമാണ് കൃഷ്ണാവതാരം എന്ന് പറയുന്നുണ്ട്. പല രീതിയിലും ഭഗവാനെ പ്രാപിച്ച് മോക്ഷം കിട്ടിയവരും അയത്ന ലളിതമായിട്ട് സാധ്യമാക്കി കൊടുത്തു എന്ന്, ഒരു ദുഃഖനിവൃത്തിക്ക് സാധ്യത ഉണ്ടാക്കിയെന്ന് അങ്ങനെ ഒരു പ്രയോഗം കൂടി ഉണ്ട് അതിനകത്ത്. ദുഃഖനിവൃത്തിയും ആത്മസാക്ഷാത്കാരവും രണ്ടും ഉണ്ടാക്കി എന്നുള്ളതാണ്. സാറിന് കൂടുതൽ എന്തെങ്കിലും ഇതിനെ പറ്റി പറയാൻ കാണുമോ, അതോ ഞങ്ങൾ അടുത്ത? കൂടുതലായിട്ടൊന്നും പറയാനില്ല. നല്ല സന്തോഷമായി എനിക്ക് കേട്ടിട്ട്. അതുപോലെ കരുണാക്ഷന്റെ മക്കളായിട്ടല്ല, ഹിരണ്യാക്ഷന്റെ മക്കളായിട്ടല്ല, ഹിരണ്യകശിപുവിന്റെ മക്കളായിട്ടാണ് ആദ്യത്തെ അതിനകത്ത് പറയുന്നില്ലേ. പിന്നീടാണ് ദേവകി വസുദേവരുടെ പുത്രരായിട്ട് ജനിച്ചത്. അതെ. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഇതിനു മുമ്പൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്റെ രോഗം മാറ്റണേന്ന്. പക്ഷെ ഇതില് പറഞ്ഞേക്കണേ വിശ്വത്തിന് അഴൽ നീക്കണേ, പൂർണ്ണഭക്തി പ്രഹർഷമേകണേ എന്ന്. വ്യത്യാസം വന്നേക്കണുണ്ടോ? അവസാനമാകുമ്പോഴത്തേക്ക് വിശ്വശാന്തി. അതെ. അല്ല, പക്ഷെ മൂന്നാമത്തേല് പറയുന്നുണ്ട്, ഇനി ഞാൻ ഭക്തി പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ കരച്ചിലും പിഴിച്ചിലൊന്നും ഇല്ല, ഞാൻ നിർത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഘം കൂടിയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അസുഖമുള്ളവർക്ക് വരുന്ന ജൽപ്പനങ്ങൾ കുറേശ്ശെ വരും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, മനുഷ്യ ജന്മമല്ലേ, അപ്പൊ അത് തന്നെ വന്നു പോകും. അപ്പൊ നമുക്ക് അടുത്ത